തുറന്നു പറയാണ്, എനിക്ക് ആകെ 70,000 രൂപയുടെ ചെലവേ വന്നിട്ടുള്ളൂ. IELTS ആണോ ഈസി, OET ആയിരുന്നോ ഈസി? വേ ടു എക്സ്പെൻസീവ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഹായ് എവ്രി വൺ, എൻ്റെ പേര് ഹസ്നു എന്നാണ്. ഞാൻ സ്റ്റേർലിംഗ് സ്റ്റഡി അബ്രോഡിൻ്റെ കോ-ഫൗണ്ടറാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള UK ഒരു നേഴ്സ് നമ്മളുടെ കൂടെയുണ്ട്. സോ നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിനെ അബ്രോഡിലേക്ക് നഴ്സിങ്ങിന് വേണ്ടി വിടുന്നതാണ്, എസ്പെഷ്യലി UK വിടുന്നതാണ്. സോ അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കുട്ടികളുടെ അവിടുത്തെ രജിസ്ട്രേഷൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. സോ ഇതിനെക്കുറിച്ചെല്ലാം ബെസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് തോന്നുന്ന ഒരു നേഴ്സാണ്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സാണെന്ന് എനിക്ക് തോന്നി. സോ നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളതും മിസ് ഇനാരയാണ്. ഹലോ. സോ ഹായ് ഇനാര, വെൽക്കം. താങ്ക് യു. ഇനാര ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്. അതിന്റെ അണ്ടറിലുള്ള എഡിൻബ്രൂക്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര വർഷമായി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു 2 years ആവുന്നു. 2 years ആയിട്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ ഇനാര ഒരു ഡ്രീമിൽ കണ്ടിട്ടുള്ള ഒരു UK അല്ലെങ്കിൽ ലണ്ടൻ തന്നെയാണോ ഉള്ളത്? ഇനാരയ്ക്ക് മുന്നേ ഒരു UK പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ സ്റ്റഡീസ് നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഡ്രീം പുറത്ത് പോകണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. നമുക്ക് UK ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരു യൂറോപ്യൻ കൺട്രി പോകണം എന്നുള്ളൊരു ഐഡിയ ഉള്ളൂ. പക്ഷെ UK എത്തിയപ്പോഴാണ് ഇത്രയും വാസ്റ്റ് ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരു കുഞ്ഞ് ഐഡിയ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വരെ എത്തി. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നോ UK പോകണം അല്ലെങ്കിൽ അബ്രോഡ് പോകണം എന്നുള്ളത്? അബ്രോഡ് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ UK പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എക്സ്പീരിയൻസ് എടുക്കാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് എക്സ്പീരിയൻസിലാണ്. പക്ഷെ എൻ്റെ വേറെ ഫ്രണ്ട്സ് ഡയറക്ട്ലി പഠിച്ചു കഴിഞ്ഞ് UK പോയ ആൾക്കാരുണ്ട്. കാരണം ആ സമയം ഭയങ്കര റിക്രൂട്ട്മെന്റ്സ് ഉണ്ടായിരുന്ന ടൈം. റിക്രൂട്ട്മെന്റ്സ് തീരെ നടക്കുന്നില്ല. ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് തീരെ 2-3 years ആയിട്ടില്ല. റീസെന്റ് ഒരു 1 year ആയിട്ടാണ് ഒട്ടും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു 1 year ആയി. ഇപ്പൊ 1 year ആകുന്നു കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പൊ എത്ര ഇപ്പൊ UK 2 years? ഞാനിപ്പോ 2 years. അപ്പൊ രക്ഷപ്പെട്ടു പോയതാണ്. അതെ, എന്റെയൊക്കെ ആ ഒരു ടൈമിലാണ് ഇവര് ഫിനിഷ് ചെയ്ത്, മീൻസ് ലൈക്ക് ഒരു ലാസ്റ്റ് ടൈം ആയിരുന്നു അത്. അപ്പോ എന്റെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, ഞങ്ങളുടെ ഒരു ബാച്ച് കഴിഞ്ഞു, ഒരു 2 or 3 batches എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി. സോ ആ ഒരു ഫൈനൽ ബാച്ചിൽ വരുന്നതാണ്. അതെ. എല്ലാവരും നാട്ടിൽ എവിടെയായിരുന്നു സ്ഥലം? ഞാൻ ട്രിവാൻഡ്രം. എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ കൊല്ലത്താണ് പഠിച്ചത്. പഠിച്ചതെല്ലാം കൊല്ലത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര കാലം ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 1.5 years തികച്ചില്ല, പക്ഷെ 1.3 years ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്റെ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് ഞാൻ പോവായിരുന്നു. എന്താ ഡൽഹിയിലേക്ക് പോയത് നാട് വിട്ടിട്ട്? കാരണം നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണം, ഗ്യാപ്പ് ഉണ്ടാക്കണം എന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ഇന്ത്യൻ പിൻ നമ്പർ കിട്ടുന്നതിന് മുന്നേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഔട്ട്സൈഡ് കേരളയാണ്. അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയത് അന്ന് ന്യൂഡൽഹി ആയിരുന്നു. അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ആ സമയം വർക്ക് ചെയ്തത്. ആ സമയം എന്റെ സാലറി എന്ന് പറയുന്നത് 25,000. അതെ. ഇപ്പോ അതിന്റെ ഒരു 2 കൂട്ടിയാലുള്ള സാലറി ഇപ്പൊ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. യെസ്, ഓഫ് കോഴ്സ്, ഷുവർ ആയിട്ടും ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ വരുന്ന ഭയങ്കര ഒരു ചേഞ്ച് ആണ്. നമ്മൾ വിചാരിക്കാത്ത കാര്യം, നമ്മൾ പറയത്തില്ലേ, പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമുക്ക് ആ ടൈമിൽ അതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ ആഫ്റ്റർ 1.5 years എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ UK ഫ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അബ്രോഡിൽ പോകാൻ വേണ്ടിയിട്ട്, ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പല ഫേക്ക് ഏജൻസീസും അതേപോലെ തന്നെ പൈസ മേടിച്ചു അങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒന്നും നടക്കാതെ വളരെ സേഫ് ആയിട്ട് എത്തിയതാണ് അല്ലേ? അതെ. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്തതിന് ശേഷം സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈസി അല്ല ഒന്നും. നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് പോയി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് NMC രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതാണ് അവരുടെ പിൻ. നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം ആസ് എ നഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് OSCE
വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ CBT പാസ്സായിരിക്കണം. അതിന് മുന്നേ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി അത് നമ്മൾ കാണിക്കണം. അത് IELTS അല്ലെങ്കിൽ OET. ഇതൊക്കെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഫുൾ സെറ്റ് ആക്കിയതിന് ശേഷം കടമ്പകൾ കടന്നിട്ട് വേണം അവിടെ എത്താൻ. അതൊരു ഈസി പ്രോസസ് ആയിരുന്നില്ല. സോ 1.5 years. എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്സിന് വേണ്ടി? എനിക്ക് 3 months എടുത്തുള്ളൂ. 3 months എടുത്തിട്ടുള്ളൂ. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. അത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫസ്റ്റ് OETക്ക് ഞാൻ ട്രൈ ചെയ്തു. OETക്ക് ഞാൻ പഠിക്കുന്ന സമയം തന്നെ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഇതെനിക്ക് പറ്റും തോന്നുന്നില്ല, ലെറ്റ്സ് ഗോ ഫോർ IELTS. സോ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് IELTS പഠിച്ചതും എല്ലാം. ഞാനൊരു സ്ഥലത്ത് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് അവിടത്തത് പറ്റാഞ്ഞിട്ട് ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയാണ് IELTS പഠിച്ചത്. നാട്ടിലെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു പഠിച്ചത്? CBSE ആയിരുന്നു? ഞാൻ CBSE ആണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിന് ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിന് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ എല്ലാ മലയാളികളെ പോലെ ഞാനും കുറച്ച് ഗ്രാമറിലൊക്കെ ഒന്ന് അന്തം വിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷെ അടിപൊളിയായിട്ട്. IELTS ആണോ ഈസി, OET ആയിരുന്നോ ഈസി? എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് എനിക്ക് IELTS ഭയങ്കര കംഫർട്ടബിൾ. പക്ഷെ എന്റെ എല്ലാ സ്റ്റുഡൻസും എന്റെ എല്ലാ ഫ്രണ്ട്സും വന്നിരിക്കുന്നത് OET ആണ്. അവർക്ക് OET ആണ് അവര്. കാരണം കേൾവി ലൈക്ക് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ OET ചെയ്യണം. അപ്പൊ ആ ഒരു ഇത് ബ്രെയിനിൽ ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ IELTS ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും IELTS വളരെ ഈസിയാണ്. നമ്മളൊരു 5th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ കുറെ ടെസ്റ്റ് വന്നിട്ടുണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെങ്കിൽ ആ സമയത്തുള്ള കുറെ ടെസ്റ്റ്, സിമിലർ ടെസ്റ്റ്. ഞാനിപ്പോ റീസെന്റ് ഒരു IELTS എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് IELTS എന്ന് പറയുന്ന ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു OETയും IELTSും തമ്മിലൊരു ഡിഫറൻസ് പറയാനാണെങ്കിൽ OET എപ്പോഴും നഴ്സിംഗ് ഓറിയന്റഡ് ആയിരിക്കും. സയൻസ് ഓറിയന്റഡ് ആണ് OET. സയൻസ് ഓറിയന്റഡ്, കംപ്ലീറ്റ്ലി നഴ്സിംഗ് ഓറിയന്റഡ് ആണ്. ഒരു നഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ സ്പീക്കിംഗ് ആണെങ്കിലും നഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഒരു പേഷ്യന്റിനോട് സംസാരിക്കേണ്ടി വരും, അതാണ് കൂടുതൽ OETയിൽ. ഇപ്പൊ റീഡിംഗ് ആണെങ്കിലും നമുക്കൊരു കണ്ടീഷൻ, നമ്മൾ നഴ്സിംഗിൽ പഠിച്ച ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സബ്ജക്ട്സ് വരുന്നത് OET ആണെങ്കിൽ അതിന് സബ്ജക്ട്സ് വരുന്നത്, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. IELTS വരുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും കോമൺ ആണ്. അത് നമ്മൾ പണ്ട് എല്ലാവരും IELTS പഠിച്ച ആൾക്കാരൊക്കെ പറയും നമുക്ക് ആകാശത്തിന് മേലെ ഉള്ളതും കീഴേ ഉള്ളതും എന്തും പ്രതീക്ഷിക്കാം IELTSൽ. പക്ഷെ there is a structure. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. യെസ്, ഈസിയാണ്. IELTS എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷെ OET എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ പഠിച്ചതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. സയൻസ് അല്ലെങ്കിൽ BSc നഴ്സിംഗിനെ കുറിച്ചിട്ടായിരിക്കും അവർ കൂടുതലായിട്ടുള്ള സിമിലർ സബ്ജക്ട്സ് വരുന്നുണ്ടാവും. നഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രീ എഡ്യൂക്കേഷൻ ആയിട്ട് ജർമ്മനി ഉണ്ട്, അതേപോലെയുള്ള ഷെങ്കൻ കൺട്രീസ്, കുറേ കൺട്രീസ് ഉണ്ട്. ബട്ട് കൂടുതലും സ്റ്റുഡൻസ് ഇപ്പോൾ സ്റ്റെർലിങ്ങിന്റെ അടുത്തേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റുഡൻസ് UK ചോദിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇനാരയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനാര UK അപ്ലൈ ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും മെയിൻ റീസൺസ് കൂടുതൽ സ്റ്റുഡൻസ് UK വരുന്നത്? അത് UK ഗവൺമെന്റ് ആക്ച്വലി വെൽക്കമിങ് ആണ്. നമുക്ക് വിസ പ്രോസസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ആസ് ഐ സെഡ് ബിഫോർ, എൻ്റെ ഒരു പ്രോസസ് ആണെങ്കിലും ജസ്റ്റ് ഒരു 3.5 months തികച്ചെടുത്തില്ല. എന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ പല സ്റ്റുഡൻസും അറിയാൻ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനാരയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് എന്നുള്ള നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള UK വരുന്നതിന്റെ എക്സ്പീരിയൻസ്. സോ ഒന്ന് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഓഡിയൻസിന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ട് കൂടുതൽ ബെനിഫിറ്റ് ആവുമായിരിക്കും. ഞാൻ ആക്ച്വലി പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ എക്സ്പീരിയൻസ് ആദ്യം ചെയ്യാന്നുള്ളത് നമ്മളൊരു കോമ്പിറ്റൻസി ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. അത് IELTS ഓർ OET, ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്. ലാംഗ്വേജ് റിക്വയർമെന്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏജൻസിയെ, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് NMC രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിൻ്റെ സൈറ്റിൽ കയറിയാൽ. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പേടിയാണ്, നമ്മൾ തന്നെ ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനും ഓഫ് കോഴ്സ് ഒരു ഏജൻസിയെ കൺസൾട്ട് ചെയ്തു. ഏജൻസിയെ കൺസൾട്ട് ചെയ്തിട്ട് അവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് NMC രജിസ്റ്റർ ചെയ്യാനായിട്ട്. NMC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു 50% കഴിഞ്ഞു എന്ന് തന്നെ പറയാം. NMC രജിസ്ട്രേഷനാണ് കുറച്ച് പാട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റർവ്യൂ കോൾ വരും. ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിലാണ് നമുക്ക് വേക്കൻസി വരുന്നത്, അപ്പോൾ അവർ ഈ ഏജൻസി ത്രൂ നമ്മൾ അറിയിക്കും ഇവിടെ ഇത്ര വേക്കൻസി ഉണ്ട്. ഇപ്പം പീഡിയാട്രിക് ഉണ്ട്, അഡൾട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഉണ്ട്. അപ്പം ഞാൻ അഡൾട്ട് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ അഡൾട്ടിന് എവിടെയൊക്കെ വേക്കൻസി വരുന്നു എന്നുള്ളത് അവർ നമ്മളോട് പറയും. നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാം.
അവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. നമ്മൾ ഇന്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓഫർ ലെറ്റർ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സോ ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ CBT അല്ലെങ്കിൽ OSCE എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ചിലർ പറയും CBT നമുക്ക് നേരത്തെ എടുത്ത് വെക്കാം എന്ന് പറയും, അല്ലെങ്കിൽ OET നേരത്തെ എടുത്ത് വെക്കാം എന്ന് പറയും. OET കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റർവ്യൂ കോൾ. പക്ഷെ CBTയുടെ കാര്യത്തിൽ ഒരു ഡബിൾ ഓപ്ഷൻസ് വരും. ചിലർ പറയും കിട്ടിയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, ചിലർ പറയും നേരത്തെ അറ്റൻഡ് ചെയ്ത് വെക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ CBT നേരത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സ്പയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇന്റർവ്യൂ കോള്, നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ CBTക്ക് പൈസ അടച്ച് എക്സാം പാസ്സായി, പക്ഷെ നമുക്കത് എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് യൂസ് ഇല്ല. അപ്പൊ എപ്പോഴും ബെറ്റർ നമുക്കൊരു ഓഫർ ലെറ്റർ നമ്മൾക്ക് കൈ കിട്ടിയ ഒരു ധൈര്യമാണ്, ഇനി CBT അപ്ലൈ ചെയ്ത് അത് എഴുതി എടുക്കാന്നുള്ളൊരു കടമ്പ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇന്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ കിട്ടി, ദെൻ CBT. സോ NMC രജിസ്ട്രേഷൻ ആണ് ഇതിന്റെ മെയിൻ. അതെ, മെയിൻ കടമ്പ. അതെ അതെ അതെ. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്തായിരിക്കും കൂടുതൽ റീസൺസ് സ്റ്റുഡൻസ് UK പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ UK ജോബിന് നോക്കി പോകുന്നത് നഴ്സിംഗ് ഫീൽഡിലേക്ക്? അത് ഞാൻ പറഞ്ഞതുപോലെ ഈ അക്സെപ്റ്റൻസ് ആണ്. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വിസ അക്സെപ്റ്റൻസ് UK കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. അവർ തന്നെ അവിടെ പഠിച്ചിപ്പം നിങ്ങളാണെങ്കിൽ പോലും അവർ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റെർലിംഗ് ഓഫ് കോഴ്സ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കുള്ള OSCE അല്ലെങ്കിൽ CBTക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കാനും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ NMC രജിസ്ട്രേഷൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇനാര പറഞ്ഞതുപോലെ സ്റ്റുഡൻസിന് വളരെ ഈസിയാണ് എൻട്രി. സോ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച് എന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ രജിസ്ട്രേഷന് പോകുന്നത്, ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനുള്ളൊരു പ്രൊസീജിയർ കമ്പയർ ടു അതർ കൺട്രീസ്, ഇപ്പം പറയുന്നത് ഇനാര പറഞ്ഞതുപോലെ വിസ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടിയും സിമ്പിൾ ആണ്. അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ കമ്പയർ ടു അതർ കൺട്രീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈസിയാണ് UK വിസ. മാത്രമല്ല അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആഗ്രഹം ഇത്രയും പൈസ ആവില്ലേ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് പോകുന്ന സമയത്ത് അവർക്ക് അധികം ഫുൾ പേയ്മെന്റ് അടച്ച് പോവേണ്ടി വരുന്നില്ല UK. അവർക്കൊരു ഹാഫ് പേയ്മെന്റ് അടച്ചിട്ട് അവർക്ക് പോകാം. അവിടെ ചെന്നിട്ട് അവര് ബാക്കി പേ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നിങ്ങൾ വഴി പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളൊരു പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ് അവരുടെ ലൈഫിൽ വരുത്തുന്നത്. കാരണം അവരൊരു പൈസ ഇവിടെ നിന്ന് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ട്യൂഷൻ ഫീസ് അവിടെ ചെന്ന് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ബാക്കിയുള്ള ട്യൂഷൻ ഫീസ് അവർക്ക് തന്നെ അങ്ങനെയാണ് എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത്. പാർട്ട് ടൈം തന്നെയാണ് ഒരു മെയിൻ വരുമാനം. സ്റ്റെർലിംഗ് നമ്മളെ സ്റ്റുഡൻസിന് പോകുന്ന സമയത്ത് അവർക്ക് അവിടെ എത്തുന്നതിന് മുന്നേ അവരുടെ പ്രീ ഡിപ്പാച്ചർ ബ്രീഫിംഗ് കൊടുക്കും, എങ്ങനെ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്താം. ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസിന് ഒരു ഓഫർ ലെറ്റർ എടുത്തു കൊടുക്കുന്നില്ല, അവർക്ക് നമ്മൾ റെഫറൻസ് കൊടുക്കും. ആ റെഫറൻസ് അവർ യൂസ് ചെയ്തിട്ടാണ് അവർക്ക് പാർട്ട് ടൈം ജോബ് കാര്യങ്ങൾ കിട്ടുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കുള്ള അക്കോമഡേഷൻസ് കാര്യങ്ങൾ റെഡി ആക്കുന്നുണ്ട്. സോ നഴ്സിംഗ് ഇപ്പം ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇനാരയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ജർമ്മനിയിൽ പഠിക്കാൻ പറ്റുന്ന അവിടുത്തെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന കാര്യമാണ് ലാംഗ്വേജ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ജർമ്മനിയിൽ പോകുന്ന സമയത്തും ഉള്ളത്? സ്റ്റുഡൻസിന് അത്ര ഈസി അല്ല പഠിക്കാൻ. ഇവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ഡ്രോപ്പ് ചെയ്തത്. സോ ആ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനാരയുടെ ഒരു ഒപ്പീനിയൻ സ്റ്റുഡൻസ് പോകുന്നത്? ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ അടിച്ചമർത്തി പറയത്തില്ല, അത് പഠിക്കാൻ പാടാണെന്ന് പറയത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞാല് കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ദ ഈസി ലാംഗ്വേജ്. ജർമ്മൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലേ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ജർമ്മൻ പഠിച്ചപ്പോൾ നമ്മളൊരു 10 ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിൽ നമ്മൾ ജർമ്മൻ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു 1 മന്തിൽ നമ്മൾ ജർമ്മൻ പഠിച്ചെടുക്കുന്നത് പോലെ അല്ല. നമുക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ കൂടുതലും കുട്ടികൾ അതുകൊണ്ടും കൂടിയാണ് ഇവിടെ UK ചൂസ് ചെയ്യുന്നത്. അതെ അതെ, ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അതെ, പിന്നെ ഓസ് ബിൽഡിംഗ് കോഴ്സസ് പോലുള്ള കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെയും ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഓസ് ബിൽഡിങ്ങിന്റെ പറയുന്ന സമയത്ത് ഓസ് ബിൽഡിംഗ് ശരിക്കും ഒരു ഡിപ്ലോമ കോഴ്സാണ്, ഒരു വൊക്കേഷണൽ കോഴ്സാണ്. ബട്ട് കുട്ടികൾ ഇപ്പോൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ പോകുന്ന സ്റ്റുഡൻസ് അവർ പഠിക്കുന്ന ഒരു ബാച്ചിലർ ഡിഗ്രി തന്നെയാണ്. അവർ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രീന്റെ വാല്യൂ ഉണ്ട്. സോ ജർമ്മനിയിൽ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി കുറച്ച് ബാക്കിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ റെഡിയാണ്. അങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് നല്ല ഓപ്ഷൻ ആണ്. അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും ബാച്ചിലറിന്റെ ക്വാളിഫിക്കേഷൻ ബിൽഡിംഗ് ചൂസ് ചെയ്തൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ മേ ബി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവർക്കൊരു പ്ലാൻ വേണം, അവിടെ തന്നെ സെറ്റിൽ ആവണം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ
അല്ലാതെ നാട്ടിൽ വന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ UK ന്ന് ഒരു ഡിഗ്രി എടുത്ത് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ UK ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, എന്താണ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് നോക്കാതിരുന്നത്? ഇറ്റ്സ് വേ ടു എക്സ്പെൻസീവ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല, ഞാൻ UK യിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫുൾ സ്പോൺസർഷിപ്പ് കിട്ടി ഫ്രം NHS. എനിക്ക് തുറന്നു പറയാണ്, എനിക്ക് ആകെ 70,000 രൂപയുടെ ചെലവേ വന്നിട്ടുള്ളൂ. ഒരു നേഴ്സ് ആവാൻ വേണ്ടി വെറും 70,000 രൂപയുടെ അതായത് എനിക്ക് UK യിലേക്ക് വരാൻ കാരണം അത് എന്റെ പേഴ്സണൽ ചെലവുകൾ. ലൈക്ക് എന്റെ IELTS ഞാൻ സ്പെൻഡ് ചെയ്തത് 17,500 റുപ്പീസ് ആണ്. IELTS ഞാൻ IELTS തന്നെയാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് CBTക്ക് വന്നത് 10,000 സംതിങ് ആയിരുന്നു. പിന്നെ എൻ്റെ ട്രാവൽ ചെലവുകൾ, പിന്നെ ഞാൻ UK യിലേക്ക് പോകാനുള്ള എൻ്റെ പർച്ചേസ് കാര്യങ്ങൾ, പിന്നെ NMC രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു 17,500 റുപ്പീസിന്റെ ആവശ്യമുണ്ട്. ഇതായിരുന്നു എൻ്റെ എക്സ്പെൻസ്. സോ ഒരു 70,000 റുപ്പീസ് കൊടുത്തിട്ട് UK യിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയി ആ സമയത്ത് അത്രയും ആവശ്യം, കാരണം അത്രയും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ അത്രയും വെൽക്കമിങ് ആയിരുന്നു. അവർക്ക് നഴ്സസിന് ആവശ്യമാണ്, എപ്പോഴും അവർക്ക് നഴ്സസിന് ആവശ്യമാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വേറൊരു ജോബ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ കെയർ ഹോമിലാണെങ്കിലും NHS സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും നഴ്സ് ഈസ് ഓൾവേസ് വാണ്ടഡ് എവിടെയും വേണ്ടതാണ്. സോ ഈവൻ UK യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂസിലാൻഡ് നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ നഴ്സസിന്റെ നല്ല റിക്വയർമെന്റ് അവർക്ക് ആവശ്യമുണ്ട്. സോ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്തുകൊണ്ട് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു എക്സ്പെൻസീവ് ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും UK നെക്കാളും ഒരു 5 lakhs കൂടുതലാണ് ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡ് വരുന്നത്. സോ ഇത് എക്സ്പെൻസീവ് മാത്രമല്ല, കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺട്രി UK ചൂസ് ചെയ്യുന്നത് അവർക്കുള്ള റിക്വയർമെന്റ്സ് കുറച്ചും കൂടി കൂടുതലാണ്. അതായത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള റിക്വയർമെന്റ്സും കുറച്ച് കൂടുതലാണ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് നോക്കുന്ന സമയത്ത്. ബാക്ക്ഗ്രൗണ്ട് വെൽത്ത് കാണിക്കേണ്ടി വരും. എക്സാക്ട്ലി. ബാക്ക്ഗ്രൗണ്ട് വെൽത്ത് ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും? യെസ്, ബാക്ക്ഗ്രൗണ്ട് വെൽത്ത് എന്ന് പറയുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ പാരന്റ്സിന് ഒരു 13 lakhs ഇൻകം എങ്കിലും ഉണ്ടായിരിക്കണം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അപ്ലൈ. അല്ലെങ്കിൽ അവർ NRA ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അവർക്ക് എന്ത് എടുക്കണം, എന്തെങ്കിലും കാണിച്ച് മസ്റ്റ് ആയിട്ട് പ്രൂഫ് ഒക്കെ കൊടുക്കണം. എന്നാലും മാത്രമേ അവർക്ക് ആ കൺട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പയർഡ് ടു UK എന്ന് പറയുന്ന സമയത്ത് അവരെന്തിന്റെ ആവശ്യമില്ല, ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഒരു വലിയൊരു റിക്വയർമെന്റ് ബേർഡൻ ആയിട്ട് സ്റ്റുഡൻസിന് വരുന്നില്ല. ഒരു 10 or 12 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, UK യിൽ പോയിട്ട് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആസ് ഐ സെഡ് അവർക്ക് പയ്യെ അവർക്ക് പാർട്ട് ടൈം ചെയ്ത് അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വെൽത്ത് ഇല്ലാത്ത കുട്ടികൾ ഭയങ്കര ഹൈ ആയിട്ട് അവർ ഡ്രീം ചെയ്തിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന് ആ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സാഡ്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും UK ചൂസ് ചെയ്യുന്നത്. അവർ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്.